ഹായ്. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരിടം വരെ പോവുകയാണേ. ഞാനും മാമാട്ടിയും വിഷൂട്ടിയും മമ്മിയും ചേച്ചിയും സൈഷേട്ടനും എല്ലാവരും കൂടെ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ കാട്ടിൽമേക്കെത്തി ടെമ്പിളിൽ പോവുകയാണേ. ഞാനിപ്പോൾ 3ാമത്തെ വട്ടമായി പോകുന്നത് കേട്ടോ. രേഷേട്ടനും ചക്കര ഉണ്ടായിരുന്നു കേട്ടോ, വയ്യാറ്റുപുഴയിൽ നിന്ന് അവരും വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പോവുകയാണേ വൈകുന്നേരം ആയപ്പോഴേ. കാട്ടിൽമേക്കത്തിൽ ഞാൻ ഈ 3ാമത്തെ പ്രാവശ്യം പോകുന്നു പറഞ്ഞല്ലോ. ആദ്യം നേരത്തെ ഒരു പ്രാവശ്യം പോയി, ഒരു 3-4 മാസം മുമ്പ് അമ്മയുടെ കൂടെ ഒരു പ്രാവശ്യം പോയി. ഇത് 3ാമത്തെ വട്ടമാണേ. പിന്നെ ചേച്ചിക്ക് പൊങ്കാല ഉണ്ടായിരുന്നു. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പൊങ്കാല ഇടാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം പൊങ്കാല ഇടപ്പം ഞങ്ങളെയും കൂട്ടി. പോകുന്ന വഴിക്ക് ഏതോ ഒരു അമ്പലത്തിൽ ഭയങ്കര ഉത്സവമായിരുന്നേ, മഹാദേവൻ്റെ അമ്പലമായിരുന്നു തോന്നുന്നു. അവിടുത്തെ ഭയങ്കര വലിയ ഉത്സവമാണെന്ന് തോന്നുന്നു. ഒത്തിരി ബ്ലോക്കായിരുന്നു, ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. ശിവൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുള്ള ഒരു അവതാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം കുറേ ബ്ലോക്കൊക്കെ ആയിരുന്നു, കുറേ ആൾക്കാർ ഭയങ്കര ചണ്ടമേളവും പരിപാടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് ബ്ലോക്കൊക്കെ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു. അപ്പോൾ പക്ഷേ കാണാൻ നല്ല, ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നല്ല രസമായിരുന്നേ. ചെണ്ടകൊട്ടും മേളവും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അതിൻ്റെ കൂടെ കെട്ടുകാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കരക്കാരുടെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ പരിസരത്തൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇരുട്ടാറായിരുന്നു. അത്രയും സമയം എടുത്തു കേട്ടോ ചെന്നപ്പോളെ. അപ്പോൾ ചേച്ചിയും സൈഷേട്ടനും കൂടെ രസീതാക്കാൻ പോയി. മണി അപ്പൂൻ്റെ പേരിൽ മണി കെട്ടണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ മമ്മിയും ഞാനും പിള്ളേരും രേഷേട്ടനും കൂടെ തൊഴാനൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറിയേ. അമ്പലത്തിൽ ഇന്ന് വൈകുന്നേരം ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഇന്നും വരുന്നതിൻ്റെ അത്രയും. ഇന്നും നമ്മൾ മിക്കപ്പോഴും പകലൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത് 2 പ്രാവശ്യം കേട്ടോ. അപ്പം അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ നല്ലതായിട്ട് തൊഴുതു, വലിയ തിരക്കില്ലായിരുന്നു. തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങളോട്. അങ്ങനെ കൗണ്ടറിൻ്റെ ഒക്കെ മുന്നിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. മാമാട്ടിയാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു. മാമാട്ടാ ഇങ്ങോട്ട് നോയിച്ചേ. അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഈ സാധനമൊക്കെ വാങ്ങിക്കാൻ പോയായിരുന്നു. ഇതിനു വേണ്ടി പൊങ്കാല ഇടാനുള്ള പിന്നെ മൺകലവും അതിനുള്ള ഏതാണ്ട് കർപ്പൂരമൊക്കെ ആണെന്ന് തോന്നുന്നു. അതൊക്കെ അവർ വാങ്ങിക്കാൻ പോയി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചത്. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഈ ചൂട്ടും ഇതൊക്കെ ഇല്ലേ, തീ കത്തിക്കാനുള്ള ഓലയുടെ ഇതും ഉണങ്ങിയതും ഒക്കെ കൊണ്ടുവന്നായിരുന്നേ ആവശ്യത്തിന്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അരിയൊക്കെ വാങ്ങിച്ച പൊങ്കാല ഇടാനുള്ള അരിയൊക്കെ അവിടെ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കൂട്ടി വെള്ളമൊക്കെ വെച്ചു. നമ്മൾ ആദ്യം ഗണപതിക്കാണ് ഒരുക്കിയത്. ഗണപതി ഒരുക്കി ഇതൊക്കെ പഴവും അവലും ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊങ്കാലയ്ക്കുള്ള അരി ഇടാനുള്ളത് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി അരിയൊക്കെ കഴുകിക്കൊണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ പൈപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം തന്നെ കുറേ ആൾക്കാർ അവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ചെല്ലുന്നവരൊക്കെ അങ്ങനെ ടൈമൊന്നുമില്ല, അവർ രസീത് എടുത്തിട്ട് അങ്ങ് പൊങ്കാലയൊക്കെ ഇടുവാന്നേ. അപ്പോൾ ഞങ്ങളാണ് ലാസ്റ്റിൽ പൊങ്കാല ഇട്ട് തുടങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ പകുതിയൊക്കെ ആയായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാലയൊക്കെ ഇടുന്നത്. ഇങ്ങനെ പണ്ടൊക്കെ കൊച്ചിലെ മലയാളപ്പുഴ പൊങ്കാലയ്ക്ക് അമ്മച്ചിയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അത് അന്നേരം വലിയ ഓർമ്മയൊന്നുമില്ല. പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ അരി കഴുകിയിട്ട് നമ്മൾ കുറച്ച് അരി അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒഴിഞ്ഞിട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ചേച്ചി കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് ചേച്ചിക്കെല്ലാം അറിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണി കെട്ടുന്ന ആൽമരത്തിന് അവിടെ ഇല്ലേ, അവിടെ പോയി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത്. മിഷൂട്ടി മാമാട്ടിയും ചക്കരയും കൂടെ ആണെങ്കിൽ ഫുൾ കളിയായിരുന്നു. ഭയങ്കര ആ മണ്ണ് അവൾക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ മണ്ണ് നല്ല അവിടുത്തെ അല്ലേ, കടൽ മണ്ണല്ലേ, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊന്നും വിളിച്ചിട്ടൊന്നും വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ മണി കെട്ടുന്നതിൻ്റെ അവിടെ പോയി കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പോൾ തന്നെ ചേച്ചിയൊക്കെ പൊങ്കാലയുടെ ഇത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം മിഷൂട്ടിക്ക് അതിൻ്റെ അകത്തേക്കും ഭയങ്കര ചൂടാണ്. പൊങ്കാല ഇടുന്ന ആ തീയുടെ ചൂടും ആ ഷീറ്റിൻ്റെ ചൂടെല്ലാം കൂടെ വെളി ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൈഷേട്ടനാണെങ്കിൽ ശർക്കര കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനകത്ത് പായസത്തിനകത്ത് ഇടാനൊക്കെ ഉണ്ടേ. അപ്പം അതൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിളയ്ക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങിയേ, തിളച്ചിങ്ങനെ പൊങ്ങി വരത്തില്ലേ. അപ്പം അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ തിളയ്ക്കാറായപ്പോൾ തീ ഇങ്ങനെ കൂട്ടി വെച്ചു. ഇപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഇപ്പം തിളക്കി ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പം ഇങ്ങനെ പതുക്കെ പൊങ്ങി തണ്ട നല്ലതായിട്ട് തീ ഇങ്ങനെ നിന്നപ്പം പൊങ്ങി നമ്മുടെ പൊങ്കാല ഇങ്ങനെ തിളച്ച് വന്നു കേട്ടോ. അപ്പം കറക്റ്റ് സമയത്ത് ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ അമ്പലത്തിലാണെങ്കിൽ മണി അടിച്ച് കേട്ടോ. അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ ആ സമയത്ത്. അന്നേരം തിളച്ച് തൂകി വന്ന ആ സമയത്താണ് അമ്പലത്തിൽ വൈകുന്നേരം ആയപ്പോൾ മണി അടിച്ചത്.
അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി ഇങ്ങനെ ഇളക്കി കൊടുക്കുക, തിളച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പം തവിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ തിളച്ച് നല്ല ഇതായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർ ഭയങ്കര കളി, മാമാട്ടി ഭയങ്കര കളിയാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങ് ഓടിക്കളിക്കുമായിരുന്നു, പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് നല്ല സന്തോഷമായി അവിടെ ഇങ്ങനെ പൊടിയിൽ വന്നിട്ട് ഇങ്ങനെ കളിക്കാനും ഒക്കെ. അപ്പം ചേച്ചി പൊങ്കാല ഇടുന്ന ഇതിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അരി കുറച്ച് വെന്ത് വന്നപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചിരകിക്കൊണ്ട് വന്ന തേങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തേ. അതും പിന്നെ ഈ ശർക്കരയും ഏലക്കായും ഒക്കെ ഇട്ടാണ് ഇളക്കിയത്. പിന്നെ അവിടെ പൊങ്കാല അതിന് ഇട്ട് കഴിഞ്ഞവരൊക്കെ അന്നേരം നമ്മൾ അവിടെ അമ്പലത്തിൽ ഇരിക്കുന്നവർക്കെല്ലാം ആ പൊങ്കാലയിലെ ഒരു പങ്ക് കൊടുക്കും കേട്ടോ. എല്ലാവരും വരും, വന്ന് വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ നമ്മളവിടെ പൊങ്കാല ഉണ്ടാക്കിയാൽ നമ്മളുണ്ടാക്കുന്ന പങ്ക് അവിടെ ഉള്ള എല്ലാവർക്കും കൊടുക്കണം. അപ്പം ഞങ്ങളെ ലാസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞില്ലേ, ബാക്കി എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ലാസ്റ്റ് അപ്പം പൊങ്കാല ഒക്കെ എടുത്ത് അവിടെ 2-3 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പൊങ്കാല പായസം കുടിച്ചു. അപ്പോൾ അവർ വന്ന് അവർക്കും 2-3 പേർക്കൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. സമയം ഒരു 8 മണിയൊക്കെ 8:30 കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ. രാത്രിയായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഒരു 11 മണിയോളം ആയി രാത്രിയിലെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,